നമ്മുടെ കർത്താവിനോടുകൂടെ അടുത്തിരിക്കുന്ന വ്യക്തികളാണ് നാമെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ ആവശ്യം മുതൽ ഏറ്റവും വലിയ ആവശ്യം വരെ അറിയുന്നവനായൊരു കർത്താവ്. അറിയുന്നവൻ മാത്രമല്ല, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ലഭിച്ചിരിക്കുന്നത് മർക്കോസ് വിശേഷം 6-ാം അധ്യായമാണ്. മർക്കോസ് വിശേഷം തന്നെ യേശു കർത്താവിനെ വളരെ തിരക്കുള്ളൊരു ശുശ്രൂഷകനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കുവാൻ പോലും സമയമില്ലാതെ തിരക്കുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 6-ാമത്തെ അധ്യായത്തിൻ്റെ 48-ഉം 51-ഉം വാക്യങ്ങൾ ഇന്നത്തെ പ്രതിവാദ ചിന്തയ്ക്കായിട്ട് എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ ചെന്നു. അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. 51-ാം വാക്യം. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റ് അമർന്നു. മർക്കോസ് വിശേഷം 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ കർത്താവ് തൻ്റെ പിതൃനഗരത്തിൽ പ്രസംഗിക്കുന്നതും അവിടെ നിന്ന് തിരസ്കരിക്കപ്പെടുന്നതുമൊക്കെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ അവൻ ചുറ്റുമുള്ള ഊരുകളിൽ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തു പോകുന്നതും അതിനുശേഷം ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നതും അതിനുശേഷം ഈ ഭാഗത്ത് ഹെരോദാവിൻ്റെ യേശു കർത്താവിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പത്തെക്കുറിച്ചും അതിനുശേഷം യോഹന്നാൻ സ്നാപകനെ കൊല്ലുന്ന ഭാഗമൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 30-ാമത്തെ വാക്യം മുതലാണ് ഈ 4 സുവിശേഷങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 5 അപ്പവും 2 മീനും കൊണ്ട് യേശു കർത്താവ് 5000-ഓളം വരുന്ന പുരുഷാരത്തെ മാത്രം തന്നെ പോഷിപ്പിക്കുന്നു. അർത്ഥാൽ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ആയിരക്കണക്കിന് പേര് വന്നുകൂടിയപ്പോൾ അവരെ ഊരുകളിൽ പറഞ്ഞയക്കണം, ഇനി വീണ്ടും സന്ധ്യയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശിഷ്യന്മാർ വന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. യേശുവിനോടുകൂടെ എപ്പോഴും ഇരിക്കുന്ന ശിഷ്യന്മാർ ഒന്ന് പതറി. എപ്പോഴും കർത്താവാണ് ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ തരാറുള്ളത്, അത്ഭുതങ്ങളൊക്കെ ചെയ്തു തരാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന്. ഒരു പക്ഷെങ്കിൽ മുൻ ദിവസങ്ങളിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചും വീര്യപ്രവർത്തികളെക്കുറിച്ചും 30-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ വന്നുകൂടി യേശു കർത്താവിനോട് പറയുന്ന വേദഭാഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് അത് കാരണം തന്നെ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ ചെയ്തല്ലേ, ഇതും കൂടെ അങ്ങ് ചെയ്യണം, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. എന്നാൽ യേശു കർത്താവിനോട് അവർ പറയുകയാണ്, ഇവിടെ ഞങ്ങളുടെ പക്കൽ 200 വെള്ളിക്കാശും, അത് ഇത്രമാത്രം ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പക്കല് ഭക്ഷിപ്പാനായിട്ട് എന്താണുള്ളത്? ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഇവിടെ ഒരു ബാലകനുണ്ട്. അത് വ്യക്തമായിട്ട് മറ്റു സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 5 അപ്പവും 2 മീനും യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ശിഷ്യന്മാർ ജനങ്ങളെ പന്തിയായിട്ട് ഇരുത്തി അവർക്കും കൊടുത്തു. ശേഷിച്ച കൊട്ട 12 കൊട്ട നിറച്ചെടുത്തു. ശേഷിച്ച അപ്പം 12 കൊട്ട നിറച്ചെടുത്തു. അതിനുശേഷം ഈ തിരക്കേറിയ ശുശ്രൂഷയിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞിരിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാരെ യേശു കർത്താവ് അക്കരെ ബെത്സയിദയിലേക്ക് അയക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. അവിടേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് നിർജ്ജനമായൊരു പ്രദേശത്തേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു പോവുകയും, എന്നാൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കുന്ന ഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രിയ സ്നേഹിതരെ, നമ്മുടെ കർത്താവിനോടുകൂടെ അടുത്തിരിക്കുന്ന വ്യക്തികളാണ് നാമെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ ആവശ്യം മുതൽ ഏറ്റവും വലിയ ആവശ്യം വരെ അറിയുന്നവനായൊരു കർത്താവ്. അറിയുന്നവൻ മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനും കൂടെയാണ് അവൻ. ഒരുപക്ഷെ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, കൂട്ടുവിശ്വാസികൾ, കൂട്ടു സ്നേഹിതരൊക്കെ നമ്മുടെ അവസ്ഥകളൊക്കെ അറിയുന്നവരാണ്. പക്ഷേ അതിനൊരു പ്രതിവിധി മറ്റാർക്കും കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രതിവിധി കണ്ടെത്തി തരുന്നവനാണ് നമ്മുടെ സർവകൃപാലുവായ ദൈവമെന്ന് പറയുന്നത്. ഇവിടെ
ശിഷ്യന്മാരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന യേശു കർത്താവ്. ഒരു പക്ഷേ ഇപ്രകാരം ചിന്തിക്കാം, 3.5 വർഷക്കാലം തന്നോടുകൂടെ നടന്ന ശിഷ്യന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നീ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ്, യേശുവിൻ്റെ വചനം അനുസരിച്ച് യേശുവിൻ്റെ പാത പിന്തുടരുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ഏതൊരാവശ്യങ്ങളുടെ ഘട്ടത്തിലും അവൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ യേശു കർത്താവ് 4-ാം യാമത്തിൽ, ഇന്ത്യൻ സമയം അനുസരിച്ച് വെളുപ്പാങ്കാലം 3 മണി സമയം, ആ 3 മണി സമയത്ത് യേശു കർത്താവ് കടലിന്മേൽ നടന്നു വരികയാണ്. കടലിന്മേൽ നടക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കാർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ശിഷ്യന്മാർ തന്നെ ഞെട്ടി ഭൂതമെന്ന് പറഞ്ഞ് അവര് ഭ്രമിച്ചുപോയി എന്ന് വായിക്കുകയാണ്. എന്നാൽ ഒരു പണ്ഡിതനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വേദപണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ്, യേശു കർത്താവ് കടലിൽ നടന്നതിലല്ല അതിശയം. കാരണം അവൻ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ കടലിൽ അവന് നടക്കുവാൻ ഈസിയാണ്, എളുപ്പമാണ്. പക്ഷേ അവൻ സ്വർഗലോക മഹിമകളെ വെടിഞ്ഞുകൊണ്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് ഏറ്റവും നമ്മെ അതിശയപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത്. ആമേൻ. ശരിയാണ്, യാഥാർത്ഥ്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് നമ്മെ ഓരോരുത്തരെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പാപത്തെ ചുമക്കുന്നതിന് വേണ്ടി, കാൽവരി ക്രൂശിൽ യാഗമാവുന്നതിന് വേണ്ടി ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ യേശു കർത്താവ് ഭൂമിയിൽ വന്നതാണ് ഏറ്റവും വലിയ അതിശയം, അത്ഭുതമെന്ന് പറയുന്നത്. ഇവിടെ യേശു കർത്താവ് ആ കാറ്റിനെ ശാന്തമാക്കുന്നു, കോളിനെ ശാന്തമാക്കുന്നു. 51-ാമത്തെ വാക്യത്തിൽ വായിച്ചത് പ്രകാരമാണ്, പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി, കാറ്റ് അമർന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ പടകില് കാറ്റും കോളും അടിച്ചിട്ട് താങ്കൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കാതെ, അക്കരയിലേക്ക് പോകുവാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, താങ്കളുടെ കുടുംബത്തിൽ അപ്രകാരമുള്ള പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനം പറയുകയാണ്, യേശു ആ പടകിൽ വന്നപ്പോൾ കാറ്റമർന്നു. താങ്കളുടെ കുടുംബത്തിൽ ഈ യേശുവിനെ ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് സമാധാനവും സന്തോഷവും അക്കരെ നാടും കാണുവാനായിട്ട് കർത്താവ് ഉദവി ചെയ്യുവാനായിട്ടിടയായിത്തീരും. അതേ, കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. ലോകം തരുന്നത് പോലെയല്ല, നിത്യമായ സമാധാനം തരുന്ന ആ ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിച്ച് നമുക്ക് ഓരോ വ്യക്തികൾക്കും ജീവിക്കാം. അതിനായിട്ട് സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.